പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാം ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് ബ്ലോക്ക് 4 ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശങ്ങൾ എന്ന ബ്ലോക്ക് 4-ലെ ഒന്നാമത്തെ യൂണിറ്റ് ഇഞ്ചുറീസ്, വിജയരാജ മല്ലിക എഴുതിയ ഇഞ്ചുറീസ് എന്ന കവിതയെ ആസ്പദമാക്കിയിട്ടുള്ള യൂണിറ്റാണ്. വിജയരാജ മല്ലിക, ഓൾസോ നോൺ ആസ് ദൈവത്തിൻ്റെ മകൾ, ഈസ് ആൻ ഇൻഫ്ലുവൻഷ്യൽ ട്രാൻസ്ജെൻഡർ പോയറ്റ് writing in Malayalam. She has been a pioneering voice in articulating the struggles and resilience of marginalized communities in India. മലയാള സാഹിത്യത്തിലെ പ്രശസ്തയായ ട്രാൻസ്ജെൻഡർ കവയിത്രിയും എഴുത്തുകാരിയും അധ്യാപികയും സാമൂഹ്യ പ്രവർത്തകയും പ്രചോദനാത്മക പ്രഭാഷകയും ആക്ടിവിസ്റ്റുമാണ് വിജയരാജ മല്ലിക. 1985 തൃശ്ശൂർ ജില്ലയിലെ മുത്തുവടയിൽ കണിയാംകോണത്ത് വീട്ടിൽ വൈ കൃഷ്ണൻ്റെയും ജെ കൃഷ്ണൻ്റെയും മകളായി മനു ജെ കൃഷ്ണൻ എന്ന പേരിൽ അവർ ജനിച്ചു. പുനർനാട്ടുകരയിലെ കേന്ദ്രീയ വിദ്യാലയത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അവർ തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിലും ചരിത്രത്തിലും BA ബിരുദം നേടി സർവകലാശാലയിൽ 2ാം റാങ്ക് കരസ്ഥമാക്കി. 2009 രാജഗിരി കോളേജിൽ ഓഫ് സോഷ്യൽ സയൻസിൽ നിന്ന് സോഷ്യൽ വർക്കിൽ ബിരുദാനന്ത ബിരുദം പൂർത്തിയാക്കി. അവരുടെ ആദ്യ കവിതാ സമാഹാരമായ ദൈവത്തിൻ്റെ മകൾ മദ്രാസ് സർവകലാശാലയിലെ മലയാള വിഭാഗം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ആത്മകഥയായ മല്ലികാ വസന്തം മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ആത്മകഥയായിരുന്നു. 2019 സാഹിത്യത്തിനുള്ള സ്വാമി വിവേകാനന്ദൻ യുവപ്രതിഭാസ പുരസ്കാരം അവർക്ക് നേടിക്കൊടുത്തു. ലോകസാഹിത്യത്തിലെ ആദ്യത്തെ ഇൻ്റർസെക്സ് താരാട്ട് പാട്ടെന്ന് വിശേഷിക്കപ്പെടുന്ന ആണല്ല പെണ്ണല്ല കൺമണി നീ എന്ന ഗാനവും അവർ രചിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ബദൽ പഠന കേന്ദ്രമായ സഹജ് ഇൻ്റർനാഷണൽ സ്ഥാപിച്ച വിജയരാജ മല്ലിക സാഹിത്യ നേട്ടങ്ങൾക്കും LGBTIAQ+ സമൂഹത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കും നിരവധി ബഹുമതികൾ നേടിയിട്ടുണ്ട്. മലയാള സാഹിത്യത്തിലെ തൻ്റെ ശക്തമായ ശബ്ദത്തിലൂടെ അവർ എഴുത്തും അധ്യാപനവും മാറ്റത്തിനായുള്ള പ്രചോദനവും തുടരുന്നു. റീക്യാപ്പ് നോക്കാം. വിജയരാജ മല്ലിക ഈസ് എ പയനിയറിംഗ് ട്രാൻസ്ജെൻഡർ പോയറ്റ് റൈറ്റിംഗ് ഇൻ മലയാളം. വിജയരാജ മല്ലിക മലയാളത്തിൽ എഴുതുന്ന ഒരു മുൻനിര ട്രാൻസ്ജെൻഡർ കവയിത്രിയാണ്. ഇഞ്ചുറീസ് ക്രിട്ടിക്കീസ് സൈക്കോളജിക്കൽ ട്രോമ കോസ്ഡ് ബൈ ഡിസ്ക്രിമിനേറ്ററി ലാംഗ്വേജ്. ഒടുവിൽ വിവേചനപരമായ ഭാഷ മൂലമുണ്ടാകുന്ന മാനസിക ആഘാതത്തെ വിമർശിക്കുന്നു. The poem uses vivid metaphors and personification to convey emotional wounds. കവിത വൈകാരിക മുറിവുകൾ കൈമാറാൻ ഉജ്ജ്വലമായ രൂപകങ്ങളും വ്യക്തിവൽക്കരണവും ഉപയോഗിക്കുന്നു. It challenges gender binaries through the poet's choice of defiant names. കവയിത്രിയുടെ ധിക്കാരപരമായ പേരുകൾ തിരഞ്ഞെടുക്കുന്നതിലൂടെ ഇത് ലിംഗദ്വന്ദ്വങ്ങളെ വെല്ലുവിളിക്കുന്നു. ഹിസ്റ്റോറിക് റൂട്ട്സ് ഓഫ് ജെൻഡർ ഇനിക്വാലിറ്റി ഇൻ ഇന്ത്യ ആർ റെഫറൻസ്ഡ്. ഇന്ത്യയുടെ ലിംഗ അസമത്വത്തിൻ്റെ ചരിത്രപരമായ വേരുകൾ പരാമർശിക്കപ്പെടുന്നു. ദ പോയം അഡ്വക്കേറ്റ്സ് ഫോർ സോഷ്യൽ ചേഞ്ച് അലൈൻസ് വിത്ത് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസൃതമായ സാമൂഹ്യ മാറ്റത്തിനായി കവിത വാദിക്കുന്നു. ഇമേജറി അണ്ടർസ്കോർ സൊസൈറ്റി കപ്പാസിറ്റി ഫോർ ബോത്ത് ഹാം ആൻഡ് റിഫോം. സമൂഹത്തിന് ദോഷം ചെയ്യാനും പരിഷ്കരിക്കാനുമുള്ള കഴിവുണ്ടെന്ന് ബിംബങ്ങൾ അടിവരയിടുന്നു. ദ റെഡിംപ്റ്റീവ് വിഷൻ പോയിന്റ്സ് ടു റൈസിംഗ് അബവ് ഇൻജസ്റ്റിസ് ത്രൂ ഹ്യൂമൻ വിർച്യൂ. വീണ്ടെടുക്കാനുള്ള കാഴ്ചപ്പാട് മനുഷ്യൻ്റെ സദ്ഗുണത്തിലൂടെ അനീതിക്ക് അതീതമായി ഉയരുന്നതിനെ ചൂണ്ടിക്കാണിക്കുന്നു. അടുത്തത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നോക്കാം. What is the gender identity of the poet Vijayaraja Mallika?
കവയിത്രി വിജയരാജ മല്ലികയുടെ ലിംഗസ്വത്വം ഏതാണ്? ആൻസർ ട്രാൻസ്ജെൻഡർ. രണ്ടാമത്തെ ചോദ്യം, വിച്ച് ലാംഗ്വേജസ് ഡസ് വിജയരാജ മല്ലിക പ്രൊഡമിനൻ്റലി റൈറ്റ് ഇൻ? വിജയരാജ മല്ലിക പ്രധാനമായും ഏത് ഭാഷയിലാണ് എഴുതുന്നത്? ആൻസർ മലയാളം. മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഓഫ് വിജയരാജ മല്ലിക ഫസ്റ്റ് പോയട്രി കളക്ഷൻ? വിജയരാജ മല്ലികയുടെ ആദ്യത്തെ കവിതാ സമാഹാരത്തിൻ്റെ പേരെന്താണ്? ആൻസർ ദൈവത്തിൻ്റെ മകൾ. നാലാമത്തെ ചോദ്യം, വാട്ട് ഡസ് ദ പോയറ്റ് ഡിഫറൻ്റ്ലി നെയിം ഹെർ ഇമാജിനറി ചിൽഡ്രൻ ഇൻ ദ പോയം? കവിതയിൽ കവയിത്രി തൻ്റെ സാങ്കല്പിക മക്കൾക്ക് ധിക്കാരത്തോടെ നൽകുന്ന പേരെന്താണ്? ആൻസർ വൃണ്ടല ശിഖണ്ഡിനി. അഞ്ചാമത്തെ ചോദ്യം, വാട്ട് ഇമ്പോർട്ടൻറ്റ് ഇന്ത്യൻ ടെക്സ്റ്റ് ഡസ് ദ പോയറ്റ് ഇൻവിഷൻ ചിൽഡ്രൻ റീഡിംഗ്? കുട്ടികൾ വായിക്കുന്നത് കവയിത്രി വിഭാവനം ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇന്ത്യൻ ഗ്രന്ഥം ഏതാണ്? ആൻസർ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന. ആറാമത്തെ ചോദ്യം, ഇൻ വിച്ച് കലണ്ടർ മന്ത്സ് ഡസ് ദ പോയം ഇൻവിഷൻ ചിൽഡ്രൻ റീഡിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യയിലെ ചരിത്രമായ ലിംഗപരമായ പങ്കുകളെക്കുറിച്ച് കവിത വിമർശിക്കുന്ന പ്രധാന വിഷയം ഏതാണ്? ആറാമത്തെ ചോദ്യം എന്നെ വായിക്കേണ്ടത്. ഇൻ വിച്ച് കലണ്ടർ മന്ത്സ് ഡസ് ദ പോയം ഇൻവിഷൻ ചിൽഡ്രൻ റീഡിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? ഏത് കലണ്ടർ മാസത്തിലാണ് കുട്ടികൾ ഭരണഘടന വായിക്കുന്നത് കവിത വിഭാവനം ചെയ്യുന്നത്? ആൻസർ കർക്കടക മാസത്തിൽ. ഇനി ഏഴാമത്തെ ചോദ്യം, വാട്ട് കീ തീം ഡസ് ദ പോയം ക്രിറ്റിക് റിഗാർഡിംഗ് ഹിസ്റ്റോറിക് ജെൻഡർ റോൾസ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ചരിത്രമായ ലിംഗപരമായ പങ്കുകളെക്കുറിച്ച് കവിത വിമർശിക്കുന്ന പ്രധാന വിഷയം ഏതാണ്? ആൻസർ ഇനിക്വാലിറ്റി, അസമത്വം. എട്ടാമത്തെ ചോദ്യം, ഹൗ ഡസ് ദ പോയം ഇൻവിഷൻ ഓവർകമ്മിങ് ഇൻജസ്റ്റിസ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി? ഇന്ത്യൻ സമൂഹത്തിലെ അനീതിയെ എങ്ങനെ മറികടക്കാമെന്നാണ് കവിത വിഭാവനം ചെയ്യുന്നത്? ആൻസർ വിർച്യു, സദ്ഗുണം. ഇതിൻ്റെ വിശദമായ ക്ലാസ്സുകൾ ലഭിക്കാൻ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. താങ്ക്സ് ഫോർ വാച്ചിങ്.